സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി പ്രൈമറി റെസ്പോൺസ് ടീമുകളെ സജ്ജരാക്കാൻ തീരുമാനം. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 10 മിഷനുകളും ഉന്നതതല യോഗത്തിൽ അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ജോയിന്റ് സർവൈലൻസ് ടീമിന് രൂപം നൽകാനും വനം വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി ഉന്നതതല യോഗങ്ങളിൽ തീരുമാനമായി. വന്യജീവി ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് അടിയന്തര ഉപകരണങ്ങൾ ലഭ്യമാക്കും. ഇതിനായി SDMAക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ അടിയന്തരമായി തുടർ നടപടി ത്വരിതപ്പെടുത്തും. വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രി യാത്ര നടത്തുന്നവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകുമെന്നും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 10 കർമ്മപദ്ധതികളും യോഗത്തിൽ അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ജോയിന്റ് സർവൈലൻസ് ടീമിന് രൂപം നൽകാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. ജനവാസ മേഖലകൾക്കരികിൽ വന്യജീവികളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തും. വയനാട്ടിലെ ഹോട്ട്സ്പോട്ടുകളിൽ പബ്ലിക് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ തീരുമാനമായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.